സംസ്ഥാനത്തെ ചെമ്മീൻ പീലിംഗ് മേഖല വൻ പ്രതിസന്ധിയിലേക്ക്. കൂലി വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജൂൺ 11 മുതൽ ചേർത്തല താലൂക്കിലെ പീലിംഗ് സെന്ററുകൾ അനിശ്ചിതകാല സമരത്തിലേക്കെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷമായി ചെമ്മീൻ പീലിംഗ് മേഖലയിലെ തൊഴിലാളികൾക്ക് പീലിംഗ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില പലതവണ വർദ്ധിച്ചിട്ടും കൂലി കൂട്ടാൻ കയറ്റുമതിക്കാർ തയ്യാറാകുന്നില്ല. 2026 ജനുവരിയിൽ പീലിംഗ് ചാർജ് 1 കിലോയ്ക്ക് 19.50 രൂപയിൽ നിന്ന് 21 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കയറ്റുമതിക്കാർ അത് തയ്യാറായില്ല. നിലവിലെ സാഹചര്യം പരിഗണിച്ചും ഈ വ്യവസായം നിലനിർത്താൻ പീലിംഗ് ചാർജ് 23 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ചേംബർ ഫോർ കേരള സീഫുഡ് ഇൻഡസ്ട്രിയും മറൈൻ പ്രൊഡക്ട് ഇൻഡസ്ട്രിയൽ അസോസിയേഷനും സംയുക്തമായ സീഫുഡ് എക്സ്പോർട്ട് അസോസിയേഷന് വീണ്ടും കത്ത് നൽകിയെങ്കിലും അനുകൂലമായ നിലപാടുണ്ടായില്ല. പീലിംഗ് സെന്റർ വ്യവസായത്തെ തകർക്കാനുള്ള തന്ത്രമാണ് കയറ്റുമതിക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും ഈ ധർമ്മസമരത്തിന് എല്ലാവരുടെയും പിന്തുണ വേണമെന്നും ഭാരവാഹികൾ VP ഹമീദ്, VB അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സമത്വത്തിന്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് 4500 കോടി രൂപയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വ്യവസായമാണ് സമുദ്രോൽപ്പന്ന വ്യവസായം. ഇതിൻ്റെ ഭൂരിഭാഗവും ചേർത്തല താലൂക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 4.5 വർഷമായിട്ട് ഷെഡ് ഉടമകൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും കൂലി വർധനം ആവശ്യപ്പെട്ടുകൊണ്ട് 4.5 വർഷമായിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. ആയതുകൊണ്ട് ഈ വരുന്ന 11-ാം തീയതി മുതൽ ചേർത്തല താലൂക്കിലെ എല്ലാ പീലിംഗ് ഷെഡുകളും അടച്ചു പൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 20,000-ത്തോളം സ്ത്രീ തൊഴിലാളികൾ ഇതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. 20,000-ത്തോളം. ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് എക്സ്പോർട്ടേഴ്സ്. 500ഓളം വരുന്ന ഷെഡ് ഉടമകളുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും പട്ടിണിയിലായിരിക്കും ഇവരൊക്കെ. അപ്പോൾ ഈ എക്സ്പോർട്ടേഴ്സിൻ്റെ മാടമ്പി തരം ഇതോടെ അവസാനിപ്പിക്കണം.